ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മളെ വീഡിയോ സഫർ മാസത്തിലെ ഇസ്ലാമിക് പ്ലാനർ റെഡിയാക്കുന്നതാണ്. അങ്ങനെ മുഹറം മാസം അവസാനിക്കാറായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി അടുത്ത മാസമാണ് സഫർ മാസം. ഈ ഒരു മാസം നമുക്ക് എങ്ങനെ കൂടുതൽ അള്ളാഹുവിനോട് അടുക്കാം എന്നതിനും നമുക്ക് എങ്ങനെ കൂടുതലായിട്ട് ഇബാദത്തുകൾ ചെയ്യാം, ഖുർആൻ ഓതാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ഇസ്ലാമിക് പ്ലാനർ റെഡിയാക്കുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനും ഒന്നിനും മനസ്സിനൊരു സുഖം തോന്നുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ വയനാട് നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ ഓരോ ന്യൂസ് കേൾക്കുമ്പോഴും നമ്മളെ മനസ്സിന് വല്ലാത്തൊരു സങ്കടമാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ചെയ്യാനൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സഫർ മാസത്തിൽ ഇസ്ലാമിക് പ്ലാനർ ചെയ്യണം എന്നൊക്കെ, വെയിറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞാനെന്നാൽ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണിത്. നമ്മളെല്ലാ മാസം ഇസ്ലാമിക് പ്ലാനർ റെഡിയാക്കാറുണ്ടെങ്കിലും ഈ ഒരു മാസത്തെ ഇസ്ലാമിക് പ്ലാനർ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നമ്മളെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ഇസ്ലാമിക് പ്ലാനറൊക്കെ നല്ല ഡെക്കറേഷനൊക്കെ ചെയ്ത് ചിത്രമൊക്കെ വരച്ചിട്ടുള്ള അങ്ങനത്തെ ഒക്കെ ഇതിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് തീരെ ഒന്നിനും തോന്നുന്നില്ല, വീഡിയോ എടുക്കാൻ തന്നെ തോന്നുന്നുണ്ടായിരുന്നില്ല. എന്തായാലും എല്ലാം ഓരോ വിധിയാണ്. മനുഷ്യന്മാരൊക്കെ നിസ്സഹായരായിട്ട് നിൽക്കുന്നൊരവസ്ഥ. എന്തായാലും നമുക്കവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാം, അതുപോലെ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ സഹായിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കും ചെയ്യാം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പേജ് ഇതുപോലെ സഫർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പേജിൽ ഖുർആൻ റീഡിങ്ങിൻ്റെ കാര്യമാണ് എഴുതുന്നത്. പിന്നെ ഇത്തവണ നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് പ്ലാനർ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് 1 മുതൽ 30 വരെയുള്ള ഡേറ്റ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇനി ഓരോ നിസ്കാര ശേഷം നമ്മൾ ഓതേണ്ട സൂറത്തുകളാണ് എഴുതുന്നത്. ഫജ്ർ നിസ്കാര ശേഷം സൂറത്തു യാസീനാണ് ഞാൻ ഓതുന്നത്. അപ്പോൾ അതിവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു കോളം വരച്ചു കൊടുക്കുന്നുണ്ട്. ഡേറ്റ് നമ്മൾ പിന്നെ മുകളിൽ എഴുതിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിന് നേരെയാണ് ഇങ്ങനെ കോളം വരച്ചിട്ടുള്ളത്. ഇനി നമ്മൾ 1-ാം തീയതി സൂറത്തു യാസീൻ ഓതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ടിക്കറ്റ് കൊടുക്കുക. ഇനി 2-ാം തീയതി ഓതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ടിക്കറ്റ് കൊടുക്കുക. അങ്ങനെയാണ് നമ്മളിതിൽ മാർക്ക് ചെയ്യേണ്ടത്. ഇനി ളുഹർ നിസ്കാര ശേഷം സൂറത്തുൽ ഫത്ത്ഹാണ് ഓതുന്നത്. അപ്പോൾ അതും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി കോളം നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെയാണ് ഇതിനും വരയ്ക്കേണ്ടത്. അടുത്തതായിട്ട് അസ്ർ നിസ്കാര ശേഷം സൂറത്തു നൂഹ്, മഗ്‌രിബ് നിസ്കാര ശേഷം സൂറത്തുൽ വാക്കിയ, ഇശാ നിസ്കാര ശേഷം സൂറത്തുൽ മുൽക്ക്. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതുന്നത്. ഇനി നമ്മളിതിൽ മാർക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഓരോ നിസ്കാര ശേഷം ഇതിൽ പറഞ്ഞ പോലെ ഓതിയിട്ടുണ്ടെങ്കിൽ ടിക്ക് മാർക്ക് ചെയ്യുക, ഓതാൻ പറ്റിയിട്ടില്ലെങ്കിൽ ക്രോസ് മാർക്ക് ചെയ്യുക. പിന്നെ ഇത്തവണ നമ്മൾ ഖത്തമുൽ ഖുർആൻ്റെ കാര്യങ്ങൾ പ്ലാനറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ ഒരു ഓഗസ്റ്റ് മാസം വളരെ ബിസി ആയിട്ടുള്ളൊരു മാസമാണ് എനിക്ക്. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ ഖത്തമുൽ ഖുർആൻ പ്ലാനറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമ്മളെല്ലാ മാസവും ഇസ്ലാമിക് പ്ലാനർ ഉണ്ടാക്കുമ്പോഴും ഖത്തം തീർക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മൾ ഓരോ മാസം ചെയ്തിട്ടുള്ള പ്ലാനറിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പ്ലേലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ട്ടോ. അടുത്തതായിട്ട് നമ്മൾ സലാഡ് ട്രാക്കറാണ് റെഡിയാക്കുന്നത്. സലാഡ് ട്രാക്കർ എന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ കറക്റ്റായിട്ട് നിസ്കരിച്ചതും നിസ്കാരം നഷ്ടപ്പെടുത്തിയതും നിസ്കാരം ഖളാ വീട്ടിയതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സലാഡ് ട്രാക്കർ നമ്മൾ റെഡിയാക്കുന്നത്. ഇതിലും നമ്മൾ നേരത്തെ എഴുതിയ പോലെ 1 മുതൽ 30 വരെയുള്ള ഡേറ്റ് എഴുതുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ നിസ്കാരങ്ങളെ പേരും അതിൻ്റെ താഴെ ഓരോ കോളംസും വരച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1-ാം തീയതി നമ്മൾ ഫജ്ർ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നേരെ ടിക്ക് മാർക്ക് ചെയ്യുക, ളുഹർ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നേരെ ടിക്ക് മാർക്ക് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനത്തെ 5 വഖത്ത് നിസ്കാരങ്ങളെ പേരും അതിൻ്റെ താഴെ 5 കോളംസും വരച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ സുന്നത്ത് നിസ്കാരമാണ് ട്രാക്ക് ചെയ്യുന്നത്. സുന്നത്ത് നിസ്കാരങ്ങളിൽ പ്രധാനപ്പെട്ട 2 നിസ്കാരങ്ങളാണ് തഹജ്ജുദ് നിസ്കാരവും ളുഹാ നിസ്കാരവും. അപ്പോൾ ഈ 2 നിസ്കാരങ്ങളെ പേരും ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ കോളംസും വരച്ചിട്ടുണ്ട്. ഡേറ്റ് പിന്നെ നമ്മൾ ഏറ്റവും മുകളിൽ എഴുതിയിട്ടുണ്ടല്ലോ,
അപ്പോൾ അതിന് നേരെയാണ് നമ്മൾ ഈ കോളംസ് വരയ്ക്കേണ്ടത്. നമ്മൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടുന്ന 2 നിസ്കാരങ്ങളാണ് തഹജ്ജുദും ളുഹായും. അതുകൊണ്ട് ആരും അത് സ്കിപ്പ് ചെയ്യരുത്. നമ്മളെ ലൈഫിൽ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അടുത്തതായിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യുന്നത് ഖള വീട്ടാനുള്ള നിസ്കാരത്തെക്കുറിച്ചിട്ടാണ്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നഷ്ടപ്പെട്ടു പോയ നിസ്കാരമൊക്കെ ഖള വീട്ടണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ ഫർള് നിസ്കാരം ഖള വീട്ടി കഴിയുമ്പോൾ നമ്മൾ പ്ലാനറിൽ അത് മാർക്ക് ചെയ്യണം. എന്നാലാണ് നമ്മൾ എത്ര എണ്ണം ഖള വീട്ടി കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. ആദ്യം നമുക്ക് ഫജ്ർ എന്ന് എഴുതാം. ഇനി നമ്മൾ നേരത്തെ ഡേറ്റ് എഴുതിയിട്ടുണ്ടല്ലോ ഏറ്റവും മുകളിൽ, അപ്പോൾ അതിൻ്റെ നേരെ ഒരു കോളം വരയ്ക്കുക. ഇതിപ്പോൾ ഞാൻ കുറച്ച് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് കോളം വരച്ചിട്ടുള്ളത്. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ദിവസം ഒരു ഫജ്ർ നിസ്കാരമാണ് ഖള വീട്ടുന്നതെങ്കിൽ ഒരു ടിക്ക് ഇട്ട് കൊടുക്കുക. ഇനി 2 ഫജ്ർ നിസ്കാരം ഖള വീട്ടുന്നുണ്ടെങ്കിൽ 2 ടിക്ക് ഇട്ട് കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും സ്പേസ് ഇട്ടിട്ടുള്ളത്. നമ്മൾക്ക് ഒരുപാട് വർഷത്തെ ഫർള് നിസ്കാരം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് മുന്നിട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതൊന്ന് കണ്ടു നോക്കി നോക്കിട്ടോ. അങ്ങനെ 5 വഖ്ത് നിസ്കാരങ്ങളുടെ പേരും കോളംസും വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ട്രാക്കറിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് പറയാം. ആദ്യം നമ്മൾ സലാ ട്രാക്കറിൽ ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ടിക്ക് മാർക്ക് ചെയ്യുക, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ക്രോസ് മാർക്ക് ചെയ്യുക. ഏതെങ്കിലും വഖ്ത് നിസ്കാരം നമുക്ക് ഖള ആയിപ്പോയിട്ട് നമ്മൾ ആ നിസ്കാരം ഖള വീട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ഹൈഫൺ മാർക്ക് ചെയ്യുക. പിന്നെ നമുക്കിപ്പോൾ പീരിയഡ്സിൻ്റെ ടൈമാണെങ്കിൽ ഒരു ഡോട്ട് മാർക്ക് ചെയ്യുക. അടുത്തതായിട്ട് സുന്നത്ത് നിസ്കാരം ട്രാക്ക് ചെയ്യേണ്ടത് നമ്മൾ കറക്റ്റായിട്ട് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ടിക്ക് മാർക്ക് ചെയ്യുക, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ക്രോസ് മാർക്ക് ചെയ്യുക. ഇനി പീരിയഡ്സിൻ്റെ ടൈമാണെങ്കിൽ ഡോട്ടും മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ഖള വീട്ടാനുള്ള നിസ്കാരം ട്രാക്ക് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മൾ ഒരു ഫജ്ർ നിസ്കാരം ഖള വീട്ടാനുള്ളത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടിക്ക് മാർക്ക് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ 2 ഫജ്ർ നിസ്കാരം ഖള വീട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ടിക്കും കൂടി മാർക്ക് ചെയ്യുക. അങ്ങനെ നമുക്ക് എല്ലാം അതുപോലെ ചെയ്യാം. അടുത്തതായിട്ട് ഫാസ്റ്റിങ്ങിൻ്റെ കാര്യമാണ് ട്രാക്ക് ചെയ്യുന്നത്. നമ്മൾക്ക് തിങ്കളും വ്യാഴം നോമ്പ് നോക്കുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ളൊരു കാര്യമാണ്. പറ്റുന്നവരൊക്കെ ആണെങ്കിൽ തിങ്കളും വ്യാഴം നോമ്പ് നോക്കുക. അതല്ലെങ്കിൽ റമളാൻ മാസത്തിലെ നോമ്പ് കടമുള്ളവരാണെങ്കിൽ ഈ ഒരു മാസത്തിൽ ഏതെങ്കിലും ദിവസത്തിലൊക്കെ നമുക്ക് നോമ്പ് പിടിക്കാം. ഇപ്പോൾ ഞാനിതുപോലൊരു കോളം വരച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ 1 മുതൽ 30 വരെയുള്ള ഡേറ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഏതൊക്കെ ദിവസമാണോ സുന്നത്ത് നോമ്പ് എടുക്കുന്നത് ആ ഒരു ദിവസത്തിന് നേരെ നമുക്ക് ടിക്ക് മാർക്ക് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ ഡെയിലി അദ്കാറാണ് ട്രാക്ക് ചെയ്യുന്നത്. ഇതിലിപ്പോൾ ഞാൻ ഡെയിലി ചൊല്ലാറുള്ള അദ്കാറാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ചസ് വരുത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി ചൊല്ലാറുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്താലും മതി. ഇനി 1 മുതൽ 30 വരെയുള്ള ഡേറ്റ് എഴുതിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ നമുക്ക് ഓരോ അദ്കാറും എഴുതാം. ഞാൻ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളതെന്ന് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ താഴെ ഒരു കോളം വരക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോ ദിവസം ചൊല്ലുമ്പോൾ അതിൻ്റെ നേരെ ടിക്ക് കൊടുത്താൽ മതി.
അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഡെയിലി ചൊല്ലാറുള്ള അദ്കാർ. ഈ അദ്കാർ നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയെന്നുള്ളത് നമ്മൾ ദുആ ബുക്ക് ജേർണലിംഗ് ചെയ്യുമ്പോൾ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അടുത്ത നമ്മളെ വീഡിയോ ഞാനൊരു ദുആ ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. A4 ഷീറ്റൊക്കെ വെച്ചിട്ട് ചെറിയൊരു ദുആ ബുക്ക്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കിയതെന്നൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരാം ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മളെ ഇസ്ലാമിക് പ്ലാനറിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇസ്ലാമിക് പ്ലാനറാണ് നമ്മൾ ഇപ്രാവശ്യം റെഡിയാക്കിയിട്ടുള്ളത്. ഇത്രയും ദിവസം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഇസ്ലാമിക് പ്ലാനർ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഈ ഒരു പ്ലാനറിൽ അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷനൊന്നും കിട്ടുന്നില്ല. ഇൻഷാ അല്ലാ അടുത്ത മാസത്തത് നമുക്ക് നല്ല വൃത്തിയിൽ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.